റോമാലേഖനം 8-ാമത്തെ അധ്യായം, അത് മുഴുവൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വചനമാണ്. റോമാലേഖനം 8-ാമത്തെ, അതിൽ 5 മുതൽ പറയുന്നുണ്ട്, ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് സമാധാനത്തിൽ. ശരിക്കും എന്തിനാണ് ലോകത്തിന് ദൈവം ഇന്ന് സഹനം കൊടുക്കുന്നു? വലിയ നമ്മളിതൊന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കും. ലോകത്ത് യുദ്ധങ്ങളാകാം, തകർച്ചകളാകാം, രോഗങ്ങളാകാം, പീഡനങ്ങളാകാം. അപ്പൊ അതിന്റെ പിന്നില് എന്തായിരിക്കും ദൈവത്തിന്റെ ലക്ഷ്യം? ശരിക്കും ഒന്നേ ഉള്ളൂ, മനുഷ്യരെ മുഴുവൻ യഥാർത്ഥ രാജ്യത്ത്, ദൈവരാജ്യത്തിലേക്ക് തിരിയണം, ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയാ. പക്ഷെ പ്രിയപ്പെട്ട മക്കളെ, അച്ഛൻ ഈ പറയുന്നതൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയണം. പരിശുദ്ധാത്മാവ് നിറയുന്നില്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഒരുപക്ഷെ ദൈവത്തെ തള്ളിപ്പറയും, വിശ്വാസം തള്ളിപ്പറയും, എല്ലാത്തിനും എതിര് പറയും. കാരണം പരിശുദ്ധാത്മാവ് നിറയാത്തൊരുവന് ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നുള്ളൂ. ശരിക്കും എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരാളിലേക്ക് കടന്നു വരുന്നതിന്റെ തടസ്സമെന്തോ അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ കൃപ ഒഴുകും, ഉറപ്പാണ്. യോഹന്നാൻ 11:38 മുതൽ യേശു വീണ്ടും നെടുവീർപ്പിട്ടുകൊണ്ട് ശവകുടീരത്തെങ്കിൽ വന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേൽ കല്ല് വെച്ചു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റി. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുഃഖം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. ശരിക്കും എന്താണ് ഈശോയിലുള്ള ആത്മാവ് ആ മരിച്ച ലാസറിലേക്ക് ഒഴുകുന്നതിന് തടസ്സം? ഈശോയിലുള്ള പുനരുത്ഥാനത്തിന്റെ, ഉയർപ്പിന്റെ ആത്മാവ്, ഉത്ഥാനത്തിന്റെ ആത്മാവ്. ഈശോ ഞാനാണ് പുനരുത്ഥാനവും ജീവനും ഈശോ പറഞ്ഞു. അപ്പൊ ആ രൂപി മരിച്ച ലാസറിലേക്ക് ഒഴുകുന്ന തടസ്സം നിൽക്കുന്ന ഒരു കല്ല്. അപ്പൊ അത് ശരിക്കും എന്താണ് കല്ല്? ശരിക്കും അവിശ്വാസം, യുക്തിചിന്തയാ. 2 കൊരിന്ത്യർ 4:4 പൈശാചിക്തി ഉണ്ടല്ലോ. അതായത് ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ബുദ്ധിയെ, മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അവിശ്വാസത്തിന്റെ തിന്മയുടെ കല്ല് കിടക്കുക. അപ്പൊ ഇത് മാറിയാൽ, അതാണ് യോഹന്നാൻ 1:1, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവരുടെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിയും. ദൈവമക്കളാകുന്ന എപ്പോഴാണ്? റോമാലേഖനം 8:14 പരിച്ച് പറയും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്. ശരിക്കും നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരും പുത്രികളുമാണ്. ഇപ്പൊ ശരിക്കും നമ്മൾ മാമോദീസ സ്വീകരിച്ചത് ഈ പരിശുദ്ധാത്മാവ് സഭയിലുള്ള മുഴുവൻ ആളുകളുണ്ട്. നമ്മളെല്ലാം ഈ ആത്മാവിൽ നമ്മൾ വളരാത്തതാണ്. ശരിക്കും നമ്മളെ ആത്മാവിനെ വളർത്താത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിന് സ്വരം കേൾക്കാത്തതുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിറയാത്തതുകൊണ്ട് വീണ്ടും ഒത്തിരി പ്രാർത്ഥിക്കണം. നമുക്ക് എന്താണ്, നമുക്കറിയാം, ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഈശോ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെ. ഈശോ മരുഭൂമിയിലേക്ക് പറഞ്ഞു, ആത്മാവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. 40 രാവും 40 പകലും അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഉണ്ടോ? ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അപ്പൊ സഭയിലെ കൂദാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഏത് കൂദാശ സ്വീകരിച്ചിട്ടും പോയിരുന്ന് പ്രാർത്ഥിക്കണം, പോയിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ ആത്മാവ് വളരുന്നത്, ഈ ആത്മാവ് ഉജ്ജ്വലിക്കപ്പെടുന്നത്.